ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ക്ലാസ് റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 9th സ്റ്റാൻഡേർഡ് ബയോളജി 4th ചാപ്റ്റർ ബ്രീത്തിങ് ഫോർ എനർജി. ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്. അപ്പോൾ ഓരോ പോയിൻറ്റും നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ മനസ്സിലാക്കിയും കൊണ്ട് എഴുതുക. ഓക്കെ, വീഡിയോ ഫസ്റ്റ് ടു ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓരോ പോയിൻ്റ് ഇതിൽ പറയുന്നത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെന്താണെന്നുള്ളത് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയും കൊണ്ട് ഓരോ പോയിൻ്റ് ചെയ്താണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് പോയിൻ്റ്, റെസ്പിറേഷൻ. എന്താണ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി ഫ്രം ഫുഡ് ന്യൂട്രിയൻസ്. ഫുഡ് ന്യൂട്രിയൻസിൽ നിന്ന് എനർജി റിലീസ് ആവുന്ന പ്രോസസ്സിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അനഎറോബിക് റെസ്പിറേഷനും ഉണ്ട്. എയറോബിക് റെസ്പിറേഷൻ റിലീസിങ് എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ സഹായത്താൽ എനർജി റിലീസാവുന്ന പ്രോസസ്സിനെയാണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അനറോബിക് റെസ്പിറേഷനോ റിലീസിങ് എനർജി വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ്റെ സഹായമില്ലാതെ എനർജി റിലീസാവുന്ന പ്രോസസ്സാണ് അനറോബിക് റെസ്പിറേഷൻ. റെസ്പിറേഷൻ ഇൻ മാൻ ഇൻക്ലൂഡ്സ്. മനുഷ്യരിലുള്ള റെസ്പിറേഷനിൽ എന്തൊക്കെ ഉണ്ട്? ബ്രീത്തിങ്, എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, പാർട്സ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. അതാണ് അടുത്തതായിട്ടുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അതേപോലെ വരയ്ക്കാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചിത്രം എന്തായാലും വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ ഓരോ ഭാഗങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കുകയും വേണം. ഓക്കെ, അങ്ങനെ വരയ്ക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരയ്ക്കുന്ന രീതിയും ഒന്ന് ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, വരയ്ക്കുന്ന വീഡിയോ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതെല്ലാമാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്ന നോസ്ട്രിൽ, നേസൽ കാവിറ്റി, ഫാരിങ്സ്, എപ്പിഗ്ലോട്ടിസ്, ലാരിങ്സ്, ട്രക്കിയ, വിൻഡ് പൈപ്പ്, ലങ്, ബ്രോങ്കസ്, ബ്രോങ്കിയോൾ ആൻഡ് പ്ലൂറ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. ഈച്ച് ബ്രോങ്കിയോൾ എൻറ്റേഴ്സ് എ സെറ്റ് ഓഫ് ആൽവിയോളെ. ഓരോ ബ്രോങ്കിയോളും എൻ്റർ ചെയ്യുന്നത് ഒരു സെറ്റ് ആൽവിയോളയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. വിച്ച് ആർ സറൗണ്ടഡ് ബൈ എ നമ്പർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. ഈ ആൽവിയോളയിനെ അഥവാ ഈ എയർ സാക്കിനെ കവർ ചെയ്തുകൊണ്ട് ഒരുപാട് എന്തുണ്ട്? ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. The alveoli increase the respiratory surface area of the lungs. ലങ്സിൽ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്, കൂട്ടുന്നത് ഈ ആൽവിയോളയാണ്. ആൻഡ് ദസ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ എഫിഷ്യൻസിയും ഇത് കൂട്ടുന്നു. നെക്സ്റ്റ് വൺ, പ്ലൂറ. ഡബിൾ ലെയേർഡ് ഔട്ടർ മെംബ്രെയിൻ ഓഫ് ലങ്സ് വിത്ത് പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറൽ ഫ്ലൂയിഡ് അടങ്ങിയിരിക്കുന്ന ലങ്സിൻ്റെ ഡബിൾ ലെയേർഡ് കവറിങ്ങിനെയാണ് പ്ലൂറ എന്ന് പറയുന്നത്. വിച്ച് പ്രിവെൻറ്റ്സ് ഫ്രിക്ഷൻ. ഇത് ഫ്രിക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ദ പാത്വേ ഓഫ് എയർ ത്രൂ ദ റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം നോസ്ട്രിൽസ് ടു ദ ആൽവിയോളെ. നോസ്ട്രിൽസ് മുതൽ ആൽവിയോളെ വരെയുള്ള റെസ്പിറേറ്ററി ട്രാക്ട് എങ്ങനെയെന്നുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് അടുത്തതായി കൊടുത്തിരിക്കുന്നത്. അറ്റ്മോസ്ഫറിക് എയർ നോസ്ട്രിൽസിൽ എത്തുകയും അവിടെ നിന്ന് നേസൽ ക്യാവിറ്റിയിൽ എത്തുകയും നേസൽ ക്യാവിറ്റിയിൽ നിന്ന് ട്രക്കിയയിലും ബ്രോങ്കസിലും പിന്നീട് ബ്രോങ്കിയോളിലും പിന്നീട് ആൽവിയോളയിലും എത്തുന്നു. പിന്നെ ബ്ലഡ് ഇൻ ദ കാപ്പിലറീസ്. നെക്സ്റ്റ്, ബ്രീത്തിങ്. പ്രോസസ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ occur by the combined working of diaphragm and ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഡയഫ്രത്തിൻ്റെയും ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ബ്രീത്തിങ് സാധ്യമാകുന്നത്. ഡയഫ്രം എന്ന് പറഞ്ഞാൽ എ ഫ്ലാറ്റ് മസ്കുലാർ സ്ട്രക്ചർ ബിറ്റ്വീൻ ദ തൊറാസിക് ആൻഡ് അബ്ഡോമിനൽ ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിക്കും അബ്ഡോമിനൽ ക്യാവിറ്റിക്കും ഇടയിലുള്ള ഒരു മസ്കുലാർ
സ്ട്രക്ചറിനെയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇനി ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞാലോ, മസിൽസ് സീൻ ഇൻ ബിറ്റ്വീൻ ദ റിബ്സിന് ഇടയിൽ കാണുന്ന മസിൽസിനെയാണ് ഇൻ്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുന്നത്. ഈ ഡയഫ്രത്തിൻ്റെയും ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ബ്രീത്തിങ് സാധ്യമാവുന്നത്. അടുത്തത് ഡയഫ്രം റിബ്സിനൊക്കെയുള്ള ഇൻസ്പിറേഷനിലും എക്സ്പൈറേഷൻ്റെ ടൈമിലുള്ള ഡിഫറൻസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന ബോക്സാണ്. ഡയഫ്രം ഇൻസ്പിറേഷനിൽ കോൺട്രാക്ട്സ് ആൻഡ് സ്ട്രൈറ്റൻ ചെയ്യുന്നു. എക്സ്പൈറേഷനിൽ ഡയഫ്രം റിലാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിബ്സ് റൈസ് ചെയ്യുന്നു. ഓക്കെ, ഡ്യൂറിങ് എക്സ്പൈറേഷൻ ഇത് റിബ്സ് ലോവർ. Volume of thorax increase and volume of thorax during the expiration decreases. Pressure in thorax lower during expiration, pressure in thorax higher. Air enters in during inspiration, expel out during expiration. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഡയഫ്രത്തിന്, റിബ്സിന്, വോളിയം ഓഫ് തൊറാക്സ്, പ്രഷർ ഇൻ തൊറാക്സ്, എയർ എന്നീ കാര്യങ്ങൾ ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും എങ്ങനെയാണെന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സിമ്പിളാണ്. നെക്സ്റ്റ്, ഓക്സിജൻ ഈസ് മോർ ഇൻ ഇൻഹെയിൽഡ് എയർ. ഇൻഹെയിൽഡ് എയറിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോർ ഇൻ എക്സെയിൽഡ് എയർ. എന്നാൽ എക്സെയിൽഡ് എയറിലോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടർ വേപ്പറിൻ്റെയും അളവായിരിക്കും കൂടുതലായിട്ടുള്ളത്. Exchange of gases. From the alveoli of lungs, oxygen diffuses to the red blood corpuscles of the surrounding blood capillaries. Iron of the hemoglobin seen in the RBCs absorb oxygen to form a less stable compound, oxyhemoglobin, and is transported. Oxygen diffuses into the tissue fluid and then into the cell. എന്താ പറഞ്ഞത്? ലങ്സിലെ എയർ സാക്ക് അഥവാ ആൽവിയോളയിലുള്ള ബ്ലഡ് കാപ്പിലറീസിലെ RBCയിൽ കാണുന്ന ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ അബ്സോർബ് ചെയ്യുന്നത്. അയേൺ അടങ്ങിയ ഹീമോഗ്ലോബിൻ ഓക്സിജനെ അബ്സോർബ് ചെയ്ത് സ്ഥിരത കുറഞ്ഞ ഓക്സിഹീമോഗ്ലോബിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇവ ടിഷ്യൂ ഫ്ലൂയിഡിൽ ഡിഫ്യൂസ് ആവുന്ന, അതായത് കലരുകയും അത് പിന്നീട് സെൽസിലെത്തുകയും ചെയ്യുന്നു. ഓക്സിജൻ പ്ലസ് HP അഥവാ ഹീമോഗ്ലോബിൻ എന്തായി മാറുന്നു? ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു, HbO2. കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ഫ്രം ബ്ലഡ് ടു ദ ആൽവിയോളെ where its concentration is low. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ എയർ സാക്കിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. How far is the structure of red blood cells suitable for carrying oxygen? ഓക്സിജൻ ക്യാരി ചെയ്യാൻ റെഡ് ബ്ലഡ് സെൽസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? റെഡ് ബ്ലഡ് കോർപ്പസൽസ് can carry more oxygen in its hemoglobin molecules because of their disc shape and absence of nucleus or other cells organelles within them. എന്താണ്? ഡിസ്ക് ഷേപ്പിലുള്ള RBCയിൽ ന്യൂക്ലിയസോ മറ്റു സെൽ ഓർഗനൽസോ ഇല്ലാത്തതിനാൽ കൂടുതൽ ഹീമോഗ്ലോബിൻ ഉൾക്കൊള്ളുവാൻ RBCക്ക് കഴിയുന്നു. ഓക്സിജൻ ഹാസ് എഫിനിറ്റി ടു കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഓക്സിജന് ഉണ്ട്. ഡ്യൂ ടു ദ അയൺ ഇൻ ഇറ്റ്. കാരണം എന്താ? അതിലടങ്ങിയിരിക്കുന്ന അയൺസ് ആണ്. അവർ ബ്ലഡ് കണ്ടെയ്ൻ 45 to 60 lakh RBCs per each ml. ഓരോ ml ബ്ലഡിലും 45 to 60 lakh RBCs അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. How many oxygen molecules can be carried by one hemoglobin molecule? ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എത്ര ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. 4 ആണ് ആൻസർ. ഓക്കെ, വൈ ഈസ് ഇറ്റ് അഡ്വൈസബിൾ ടു ഇൻക്ലൂഡ് അയൺ കണ്ടെയ്ൻഡ് ഫുഡ് items likely leafy vegetables in our diet?
എന്തിനു വേണ്ടിയാണ് അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്, അതായത് ലീഫി വെജിറ്റബിൾസ് ഒക്കെ എന്തിനാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്? അതേപോലെ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് അയൺ ടാബ്ലറ്റ്സ്? അയൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? Iron in the hemoglobin of RBCs carry oxygen molecule through our blood. എന്താ പറയുന്നത്? RBCയിലെ ഹീമോഗ്ലോബിനുള്ള അയോൺസ് ഓക്സിജനെ ക്യാരി ചെയ്യുന്നു, നമ്മൾ ബ്ലഡിലൂടെ ഓക്സിജനെ ക്യാരി ചെയ്യുന്നു. അയൺ കണ്ടെയ്ൻഡ് ഫുഡ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് അനീമിയ. അനീമിയയിൽ നിന്ന് നമ്മുടെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. Next question, define anemia. എന്താണ് അനീമിയ? അനീമിയ is a condition in which the amount of hemoglobin in the blood decreases. എന്താണ്? നമ്മളെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്നത്. The average amount of hemoglobin in a healthy man is 15 gram per 100 ml and that of woman is 13 gram ഔട്ട് ഓഫ് 100 ml ഓഫ് ബ്ലഡ്. എന്താ പറഞ്ഞത്? ഒരു ഹെൽത്തി മാൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് എന്ന് പറയുന്നത് 100 ml ബ്ലഡിൽ 15 ഗ്രാമാണ്. അതേപോലെ 100 ml 13 GM ആണ് വുമണ്ടത്. നെക്സ്റ്റ്, ദ പാത്വേ ഓഫ് ഓക്സിജൻ ഫ്രം ആൽവിയോളി ടു ദ സെൽ. ആൽവിയോളയിൽ നിന്ന് സെൽസിലേക്കുള്ള ഓക്സിജൻ്റെ പാത്വേ. ഓക്സിജൻ ഇൻ ദ ആൽവിയോളി, oxyhemoglobin, blood, oxygen, tissue fluid, then cell. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന. നെക്സ്റ്റ്, സെല്ലുലാർ റെസ്പിറേഷൻ. ദ പ്രോസസ് ഓഫ് എനർജി പ്രൊഡക്ഷൻ ഇൻ സെൽ. സെല്ലിലെ എനർജി പ്രൊഡക്ഷനെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 2 സ്റ്റേജസ്. ഇതിന് 2 സ്റ്റേജ് ഉണ്ട്, ഗ്ലൈക്കോളൈസിസ് ആൻഡ് ക്രെബ് സൈക്കിൾസ്. ഗ്ലൈക്കോളൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ സൈറ്റോപ്ലാസം. ഇത് നടക്കുന്ന സൈറ്റോപ്ലാസത്തിൽ നിന്നാണ്. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു പൈറോവിക് ആസിഡ്. ഗ്ലൂക്കോസ് പൈറോവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നോ ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ ദിസ്. ഗ്ലൈക്കോളൈസിസിന് ഓക്സിജൻ ആവശ്യമില്ല. 2 ATP എനർജി ഈസ് ഗെയിൻ ഡ്യൂറിങ് ഗ്ലൈക്കോളൈസിസ്. ഗ്ലൈക്കോളൈസിസിലൂടെ 2 ATP എനർജി ലഭിക്കുന്നു. ക്രെബ് സൈക്കിൾ. എന്താണ് ക്രെബ് സൈക്കിൾ? വിത്തിൻ ദ മൈറ്റോകോൺട്രിയ. ക്രെബ് സൈക്കിൾ നടക്കുന്ന മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. ഗ്ലൈക്കോളൈസിസ് നമ്മൾ പറഞ്ഞ സൈറ്റോപ്ലാസത്തിൽ. പൈറോവിക് ആസിഡ് അണ്ടർഗോ എ സീരീസ് ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ ടു പ്രൊഡ്യൂസ് എനർജി. മൈറ്റോകോൺട്രിയയിൽ വെച്ച് ഒരുപാട് കെമിക്കൽ റിയാക്ഷനിലൂടെ പൈറോവിക് ആസിഡിൽ നിന്നും ഓക്സിജൻ്റെ സഹായത്തോടു കൂടി എനർജി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? ക്രെബ് സൈക്കിൾ എന്ന് പറയുന്നത്. 28 ATP എനർജി ഈസ് ഗെയിൻഡ്. ക്രെബ് സൈക്കിളിലൂടെ 28 ATP എനർജി ലഭ്യമാവുന്നു. പൈറോവിക് ആസിഡ് പ്ലസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, H2O പ്ലസ് 30 ATP. ഹൗ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റഡ്? എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നത്? 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എലിമിനേറ്റഡ് ആസ് ബൈകാർബണേറ്റ് ബൈ ഡിസോൾവിങ് ഇൻ ദ വാട്ടർ ഓഫ് പ്ലാസ്മ ആൻഡ് ദ RBCs. 23% as carbamino hemoglobin and 7% as dissolved in blood plasma water. 70% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ച് ബൈകാർബണേറ്റ് ആയിട്ടും 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനായും പുറന്തള്ളുന്നു. 7% പ്ലാസ്മയിൽ ലയിക്കുന്നു. നെക്സ്റ്റ്, കമ്പാരിസൺ ബിറ്റ്വീൻ ഫോട്ടോസിന്തസിസ് ആൻഡ് എയറോബിക് റെസ്പിറേഷൻ. എന്താണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണവും എയറോബിക് റെസ്പിറേഷൻ അഥവാ ശ്വസനവും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നെക്സ്റ്റ് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് അനബോളിക് ആക്ടിവിറ്റി സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ പ്ലാന്റ്സ്. Aerobic respiration, catabolic activity, dissociation takes place in the both plants and animals. ഫോട്ടോസിന്തസിസ് ഒരു അനബോളിക് ആക്ടിവിറ്റിയാണ്, അതായത് അതിൽ സിന്തസിസ് ആണ് നടക്കുന്നത്, നിർമ്മാണ പ്രവർത്തനം. എന്നാൽ എയറോബിക് റെസ്പിറേഷൻ കാറ്റബോളിക് ആക്ടിവിറ്റിയാണ്, അതിൽ നടക്കുന്നത് ഡിസോസിയേഷൻ ആണ്. Photosynthesis, light energy is assimilated as chemical energy within the food molecules. ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയായി ആഹാരത്തിൽ സംഭരിക്കുന്ന പ്രവർത്തനമാണ് ഫോട്ടോ
photosynthesis. Aerobic respiration, the process of releasing energy from food. ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രവർത്തനമാണ് aerobic respiration. Carbon dioxide and water are used in photosynthesis. Carbon dioxide and water are expelled in aerobic respiration. ഓക്സിജൻ ഈസ് എക്സ്പെൽഡ്, ഓക്സിജൻ പുറത്തുവിടുകയാണ്. ഓക്സിജൻ ഈസ് യൂസ്ഡ് ഇൻ എയറോബിക് റെസ്പിറേഷൻ. ലൈറ്റ് ഫേസ് ഒക്കർ ഇൻ ദ ഗ്രാന ആൻഡ് ദ ഡാർക്ക് ഫേസ് ഇൻ ദ സ്ട്രോമ ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്. എന്താ പറഞ്ഞത്? ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിലും ഡാർക്ക് ഫേസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലുമാണ് ഫോട്ടോസിന്തസിസ്. എന്നാൽ എയറോബിക് റെസ്പിറേഷനിലോ ഗ്ലൈക്കോലൈസിസ് ഒക്കർ ഇൻ ദ സൈറ്റോപ്ലാസം ആൻഡ് ദ ക്രെബ്സ് സൈക്കിൾ ഇൻ ദ മൈറ്റോകോൺട്രിയ. ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലുമാണ്. നെക്സ്റ്റ്, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് കോസ്ഡ് ബൈ സ്മോക്കിംഗ്. സ്മോക്കിംഗ് കാരണം വരുന്ന റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ലങ് ക്യാൻസർ ഡ്യൂ ടു ദ കാർസിനോജൻസ് കണ്ടെയ്ൻഡ് ഇൻ ടൊബാക്കോ. ടൊബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന കാർസിനോജനാണ് ലങ് ക്യാൻസറിന് കാരണമാകുന്നത്. എംഫസിമ, റപ്റ്റ്യൂൺ ഓഫ് ആൽവിയോളി വെൻ ഇലാസ്റ്റിസിറ്റി ഈസ് ലോസ്റ്റ് ഡ്യൂ ടു ദ ടോക്സിക് സബ്സ്റ്റൻസ് ഓഫ് ടൊബാക്കോ. ടൊബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻ സബ്സ്റ്റൻസ് കാരണം വരുന്ന രോഗമാണ് എംഫസിമ. ബ്രോങ്കൈറ്റിസ്, മ്യൂക്കസ് ഡെപ്പോസിഷൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ലങ്സ് ഡ്യൂ ടു ദ proliferation of germs by the tar or carbon monoxide in the tobacco. ലങ്സിന് സ്വെല്ലിംഗ് അഥവാ വീക്കം വരുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്താണ്? ടൊബാക്കോയിൽ അടങ്ങിയിരിക്കുന്ന ടാർ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവ മൂലമാണ്. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ദ ടേം ടൈഡൽ വോളിയം ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി? എന്താണ് ടൈഡൽ വോളിയവും വൈറ്റൽ കപ്പാസിറ്റിയും? The volume of air breathed in and out during the normal breathing is the tidal volume. നോർമൽ ബ്രീത്തിങ്ങിൽ ബ്രീത്ത് ഇൻ ചെയ്യുന്ന ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിൻ്റെ അളവിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 500 ml. The maximum volume of air that we can breathe in and out is called vital capacity. The maximum volume, എയറിൻ്റെ മാക്സിമം വോളിയത്തിനെയാണ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന മാക്സിമം എയർ വോളിയത്തിനെയാണ് എന്ത് പറയുന്നത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി ഓഫ് അവർ ലങ്സ് എന്ന് പറയും. ഇറ്റ് ഈസ് അബൌട്ട് 3 liters ഇൻ ഫീമെയിൽസ് ആൻഡ് 4.5 liters ഇൻ മെയിൽ. നെക്സ്റ്റ്, എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഫോർ മെഷറിംഗ് ദ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ്. ലങ്ങിലെ വൈറ്റൽ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് കാണിച്ചിരിക്കുന്നത് ചിത്രത്തിൽ. The volume of water that fall into this jar will be proportional to his or her vital capacity. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ ജാറിൽ വന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ അളവ് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? ആ കുട്ടിയുടെ വൈറ്റൽ കപ്പാസിറ്റിക്ക് പ്രൊപ്പോർഷണലായിരിക്കും. നെക്സ്റ്റ്, ദ ഓർഗൻ ഓർ മോഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ഇൻ അമീബ, കോക്രോച്ച് ആൻഡ് ഫിഷ്. ഫിഷിലെ അമീബയിലെ കോക്രോച്ചിലേക്കുള്ള റെസ്പിറേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? അമീബ, ദ സെൽ മെംബ്രെയിൻ ത്രൂ വിച്ച് ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം വാട്ടർ. അമീബയിൽ സെൽ മെംബ്രെയിനിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. വാട്ടറിൽ നിന്ന് ഓക്സിജൻ ഡിഫ്യൂസ് ആവുന്നു. കോക്രോച്ചിലെ ട്രക്കിയയാണ് ഓർഗന് ത്രൂ വിച്ച് ഓക്സിജൻ ഡിഫ്യൂസസ് ടു സെൽ ഫ്രം അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് സെല്ലിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ആവുന്നു. നെക്സ്റ്റ്, ഫിഷാണ്. ഗിൽ ഈസ് ദ ഓർഗൻ ത്രൂ വിച്ച് ഓക്സിജൻ ഡിഫ്യൂസസ് ടു ബ്ലഡ് ഫ്രം വാട്ടർ. ഗില്ലിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. ഫിഷസിൽ ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ആവുന്നു. വാട്ടറിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ആവുന്നു. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് പോയിൻ്റാണ് മെക്കാനിസം ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ ഗ്യാസ് എക്സ്ചേഞ്ച് മെക്കാനിസം എങ്ങനെയാണ്? ത്രൂ ദ സ്റ്റൊമാറ്റ സീൻ ഓൺ ലീവ്സ് ആൻഡ് ഗ്രീൻ ടെൻഡർ സ്റ്റെം. ഗ്രീൻ സ്റ്റെമ്മിലും അതേപോലെ ഗ്രീൻ ലീവ്സിൽ കാണുന്ന സ്റ്റൊമാറ്റയിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ത്രൂ ലെൻറ്റിസെൽസ്, സ്മോൾ പോർസ് ഓൺ ദ സർഫസ് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്. സ്റ്റെമ്മിലും റൂട്ടിലും കാണുന്ന ചെറിയ പോർസിലൂടെയും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റുകൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മെയിനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ നോട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.